ദ ട്രൂത്ത് ഈസ് മോസ്റ്റ് പീപ്പിൾ വിൽ നെവർ സക്സീഡ്. അതിൻ്റെ കാരണം അവർക്ക് കഴിവില്ലായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിട്ടോ അല്ല. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന ഈ 8 ഹാർഡ് ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരേക്കാൾ 90% ആളുകളെക്കാളും മുകളിൽ നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, സക്സസ് ഈസ് നോട്ട് ഈസി. നിങ്ങൾ ചിലപ്പോൾ പല ആളുകളെയും കണ്ടിട്ടുണ്ടാവും ഒരുപാട് സക്സസ് ആയിട്ടുള്ള. ഇപ്പോൾ ഈവൻ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് പേരെ കാണാം ഭയങ്കര ലക്ഷറിയസ് ലൈഫ് ജീവിക്കുന്നവരായിട്ട്. അപ്പോൾ ഇവരൊക്കെ ആ ഒരു സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് എഫേർട്ട് ഇട്ടതിന് ശേഷം മാത്രമാണ് അവർ ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ളത്. ഒരാളും തന്നെ ഒരു വൺ നൈറ്റ്, അതായത് ഒരൊറ്റ രാത്രി കൊണ്ട് അവർ മില്യനേഴ്സ് ആവാം ബില്യനേഴ്സ് ആവാം എന്നൊക്കെയുള്ള കഥ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്കാമാണ്. ഒരാളും ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു നേരം പുലരുമ്പോഴത്തേക്ക് അവർ സക്സസ് ആവുക അല്ലെങ്കിൽ അവർ ബില്യനേഴ്സ് ആവുക മില്യനേഴ്സ് ആവുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൂളിഷ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടതുണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ വൺ കെയർസ് അബൌട്ട് യുവർ എക്സ്ക്യൂസസ്. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാവും, പക്ഷേ ഇതൊന്നും മറ്റുള്ളവരെ ഒരു രീതിയിലും ബോധേഡ് ആവുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ എക്സ്ക്യൂസസ് കേൾക്കാൻ ആളുകൾക്ക് ഒരു താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിന്നാണ് നിങ്ങൾക്ക് ആക്ച്വലി അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. കാരണം ഈ ഒരു വേൾഡ് അങ്ങനെയാണ്. വേൾഡ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പുറത്തായിരിക്കും നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നത്. നിങ്ങളെ എക്സ്ക്യൂസിൻ്റെ പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിവാർഡ് കിട്ടുമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. അപ്പോൾ നിങ്ങളൊരു പെർസ്പെക്റ്റീവ് ഓഫ് തിങ്കിങ് ചേഞ്ച് ചെയ്യുക. കാരണം നിങ്ങളുടെ എക്സ്ക്യൂസ് കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങളെ കറന്റ് എൻവയോൺമെന്റ് മനസ്സിലാക്കിയിട്ട് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം റിക്വയർസ് സാക്രിഫൈസ്. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സക്സസ്, അതായത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യം വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ കിട്ടുന്ന സാലറിനേക്കാളും കൂടുതൽ അവർ EMI ഇട്ടിട്ടും അതല്ലാതെ മറ്റുള്ള എക്സ്പെൻസുകളൊക്കെ വരുത്തിയിട്ട് ഒരുപാട് ഇപ്പോൾ EMI അല്ലാതെ തന്നെ ഒരുപാട് ലോൺ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ പറ്റാതെ വരും. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മന്ത്ലി പേയ്മെന്റിനേക്കാളും കൂടുതൽ നിങ്ങൾ ചെലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് അത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഒരു രീതിയിലും അത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമില്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പേര് ഭയങ്കര ഗാഡ്ജറ്റ്സും കാര്യങ്ങളും ലക്ഷറിയസ് കാറൊക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്കും തോന്നും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. സാക്രിഫൈസ് ഇൻ ദ സെൻസ് ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ സാലറി ആണെന്നുണ്ടെങ്കിലും ഒരു വലിയ സാലറി ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകത്തിന്റെ നല്ലൊരു പെർസെൻറ്റേജ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് നല്ല റിട്ടേൺസും നിങ്ങളുടെ ഇതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എമൗണ്ട് ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ത്രൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കലും വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ റീപ്ലക്കബിൾ ഇൻ എ ജോബ്. അതായത് നിങ്ങൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജോബിൽ നിന്ന് നിങ്ങളെ ഒരു സ്ഥാനം മാറ്റിയിട്ട് ചിലപ്പോൾ ആ ജോബിൽ നിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഒഴിവാക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അത് അറിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു സൈഡ് ഇൻകം ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡറി ഇൻകം ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു നല്ല കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ ജോബ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ആ ഒരു സ്ഥാനം റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങളെക്കാളും മുകളിൽ ഒരാൾ അവിടെ വർക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെക്കാളും മുകളിൽ സ്കില്ലുള്ള ഒരാൾ അവിടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പൊസിഷൻ അവിടെ നിന്ന് ചേഞ്ച് ആവും അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ കമ്പനി അവിടെ നിന്ന് ഫയർ ചെയ്ത് വിടും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതാണ് റിയാലിറ്റി. അപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ കൂടെ നിങ്ങൾ ഭയങ്കര നിങ്ങളുടെ ടൈമും എഫർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും എൻഡ് ഓഫ് ദ ഡേ അറ്റ് എനി ടൈം ചിലപ്പോൾ നിങ്ങൾ അവിടെ മാറി നിൽക്കേണ്ടി വരും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മണി.
അതായത് നിങ്ങളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് കഴിക്കുന്നത്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെടുത്ത് ബാങ്കിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ട് നിങ്ങൾ അവസാനം നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ അത്രയും എഫോർട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിട്ടേൺസ് ഒക്കെ കിട്ടി തുടങ്ങുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ബിൽഡ് ചെയ്ത് അതിന് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഉണ്ടാക്കിയെടുക്കുന്ന പൈസ കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുക ഇൻ ദ സെൻസ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, ഉറക്കം അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ വൺ വിൽ സേവ് യു. അതായത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരാളും തന്നെ നിങ്ങളടുത്ത് വരില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആരും അതിനെക്കുറിച്ച് ബോധമില്ല. അപ്പം നിങ്ങളെ രക്ഷകൻ നിങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ഒരാളും നിങ്ങളടുത്ത് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നിങ്ങളെ രക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിൽ ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ അടുത്ത പൊസിഷനിലേക്ക് കൊണ്ടുപോകാവുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കണ്ടിട്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഒരാളും തന്നെ നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. നിങ്ങളടുത്ത് സ്കില്ലുണ്ട്, നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അതിനുള്ള കഴിവും അതിനുള്ള ഒരു കാപ്പബിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിനുള്ള കാര്യങ്ങൾ നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് വാണ്ട് യു ടു സക്സീഡ്. അതൊരു റിയാലിറ്റിയാണ്. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആ ഒരു വലിയ സക്സസ് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു മിഡിൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മിഡിൽ ക്ലാസ് ലൈഫായിട്ട് മാത്രം മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ഉദ്ദേശം. പക്ഷേ നിങ്ങളെ ഗോള് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വലിയ ഡ്രീം അച്ചീവ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് അതോറിറ്റി നിങ്ങളെടുത്താണ്. അപ്പൊ നിങ്ങൾ അതിനുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളും തന്നെ നിങ്ങളടുത്ത് വന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ, ഇപ്പോൾ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വന്നിട്ട്, ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ആവാം, ഫാമിലീസ് ആവാം, ഇവരാരും വന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ മാക്സിമം സപ്പോർട്ട് തന്നിട്ട് കൂടെ നിൽക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിചാരിക്കുക വേണ്ട. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ സെൽഫിഷാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ അതോറിറ്റി, യു ഹാവ് ടു മൂവ് ഓൺ. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, ഡ്രീംസ് ഉണ്ട്, അത് നിങ്ങളുടെ മാത്രം പേഴ്സണൽ ആണ്, നിങ്ങളുടെ മാത്രം ഒരു പ്രഷ്യസ് തിങ് ആണ്. അതിന് നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങളെ ചുറ്റുമുള്ളവരും വന്നിട്ട് നിങ്ങളെ എൻകറേജ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളെ അതിലേക്ക് എത്തിക്കുന്നുള്ള അങ്ങനെയുള്ള ഒരു തോട്ട്സും വേണ്ട. എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിൻ ബീറ്റ്സ് മോട്ടിവേഷൻ. അത് വളരെ റിയാലിറ്റിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിസിപ്ലിൻ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പം നിങ്ങളൊരു മോട്ടിവേഷൻ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീൽസ് കണ്ടിട്ട് നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് മിക്കവാറും ഒരു 1 hour 2 hour അല്ലെങ്കിൽ ഒരു മാക്സിമം പോയ ഒരു 1 day. അതിനപ്പുറത്തേക്ക് ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ നിങ്ങളൊരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഡിസിപ്ലിൻ ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും മോട്ടിവേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുക, നല്ല ഹാബിറ്റ് ബിൽഡ് ചെയ്യുക. ആ ഹാബിറ്റ് വെച്ചിട്ട് നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ഈ ഒരു പറഞ്ഞ 8 കാര്യങ്ങൾ ഇത് റിയാലിറ്റിയാണ്, ഇതാണ് റിയാലിറ്റി. അപ്പോൾ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു 8 റിയാലിറ്റി കേട്ടിട്ട് നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കിയിട്ട് നിങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഡാം ഷുവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നിങ്ങളിത് ചുമ്മാ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളത് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് വി ക്യാൻ ഡു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 8 കാര്യങ്ങളോ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യാം, നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ലൈഫ് നിങ്ങൾ സ്വപ്നം കണ്ടൊരു ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലെ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു റിയാലിറ്റി ഒന്നും മനസ്സിലാക്കാതെ നിങ്ങൾക്ക് അൺറിയലിസ്റ്റിക് ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പാത്ത് സ്വീകരിക്കാം. പക്ഷേ നിങ്ങളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ചിലപ്പം അവിടെ തന്നെ നിൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാളും താഴെ
താഴേക്ക് നിങ്ങൾ പോകും. അപ്പോൾ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് നല്ല തീരുമാനം എടുത്തിട്ട് ലൈഫിൽ മുന്നിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.